വിശദമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറും മുൻ മന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള വാക്പോര് ഇടതുമുന്നണിക്ക് പുതിയ തലവേദനയാവുകയാണ്. അസ്വാരസ്യങ്ങൾ ഒന്നുമില്ലാതെ പുനഃസംഘടന പൂർത്തിയായെന്ന് പുറമെ വിലയിരുത്തിയെങ്കിലും പുതിയ സാഹചര്യത്തിൽ വിഷയത്തിൽ ഇടതുമുന്നണിക്ക് ഇടപെടേണ്ടി വരും. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് കെ ബി ഗണേഷ് കുമാറിനെതിരെ ആന്റണി രാജു കടുത്ത വിമർശനം ഉന്നയിച്ചത്. ഗണേഷിന്റെ പരാമർശങ്ങൾ മുന്നണി മര്യാദയുടെ ലംഘനമാണെന്നും KSRTC കുഴപ്പത്തിൽ നിന്ന് രക്ഷിക്കാനെത്തിയ ആളെന്ന ക്രെഡിറ്റ് നേടാനുള്ള അപക്വമായ സമീപനമാണ് ഗണേഷ് കുമാറിന്റേത് എന്നുമായിരുന്നു ആന്റണി രാജുവിന്റെ വിമർശനം. KSRTCയിൽ ശമ്പളം 1-ാം തീയതി നൽകാനും ആന്റണി രാജു ഗണേഷ് കുമാറിനെ വെല്ലുവിളിച്ചു. ആന്റണി രാജുവിന്റെ വിമർശനങ്ങൾക്ക് കെ ബി ഗണേഷ് കുമാറിന്റെ പ്രതികരണവും ഉണ്ടായേക്കും. ഉടമസ്ഥൻ സ്ഥലത്തില്ലാതെ ഏൽപ്പിച്ചിട്ട് പോയാൽ അവിടെ ചോർച്ചയുണ്ടാവും. അപ്പോൾ ഇവിടെ ചോർച്ചയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ? ഉടമസ്ഥൻ സ്ഥലത്തില്ലെങ്കിൽ അവിടെ ചോർച്ച ഉണ്ടാവുന്നുണ്ട്, നഷ്ടത്തിൽ കലാശിച്ച് പൊളിയുന്നുണ്ട്. അത് ഉടമസ്ഥൻ ജീവിച്ചിരിക്കുമ്പം, ഉടമസ്ഥൻ വല്ലപ്പോഴും നോക്കുമ്പോൾ ഇതാരും നോക്കാത്തപ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ എളുപ്പമാണ്, കളിക്കളത്തിൽ ഇറങ്ങുമ്പോഴേ ബുദ്ധിമുട്ട് മനസ്സിലാക്കുള്ളൂ. പിന്നെ കുറച്ചുകൂടി പക്വതയോടുകൂടി ഇത്തരം സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി പക്വതയോടുകൂടി ഉള്ള അഭിപ്രായ പ്രകടനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇത് ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് ഇത്തരം അഭിപ്രായ പ്രകടനം നടത്തുന്നത് ആദ്യമായിട്ടല്ല. പിന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ പരസ്യമായിട്ട് എതിരായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യ വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്, പൊതുമരാമത്ത് വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്, ഇൻഡസ്ട്രീസ് വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് വകുപ്പിനെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിക്കാതിരുന്നത്? ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ, ഈ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളും മന്ത്രി കസേരയിൽ ഉള്ളയാളും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുകയാണ്. അതും ഇതുവരെയും മുന്നണിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. തലവേദനയാണ് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. എന്തുകൊണ്ടായിരിക്കും ഇടപെടാൻ വൈകുന്നത്? ഇത്തരത്തിലുള്ള പരസ്യമായ വിമർശനങ്ങളും പരസ്യമായ വാക്പോരുമൊക്കെ ഇടതുമുന്നണിയിൽ നിന്നുകൊണ്ട് നടത്തുന്നത് അത് അസാധാരണമായ ഒരു കാഴ്ചയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കോൺഗ്രസിനുണ്ട്, അല്ലെങ്കിൽ UDF-നകത്താണെങ്കിൽ ഇത് സാധാരണയായി നേതാക്കൾ തമ്മിൽ പരസ്യമായി ഇത്തരം വിഴുപ്പലക്കലുകൾ നടത്താറുണ്ട്. പക്ഷേ LDF-ൽ നിന്ന് അടുത്തൊന്നും അത്തരമൊരു കാഴ്ച ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യമാണ് ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ആന്റണി രാജു ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ ആന്റണി രാജു ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് രൂക്ഷമായ വിമർശനം ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെതിരെ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തന്നെ മോശക്കാരനാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് KSRTC കുഴപ്പത്തിലാണ്, ആ കുഴപ്പത്തിൽ നിന്ന് KSRTCയെ രക്ഷിക്കുന്നതിന് വേണ്ടി അവതരിച്ചയാളാണ് ഗണേഷ് കുമാർ എന്ന തരത്തിൽ സ്വയം അദ്ദേഹം ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നിലവിൽ KSRTC നേരിടുന്ന പ്രതിസന്ധിക്ക്, അല്ലെങ്കിൽ ഈ ശമ്പളം കൊടുക്കുന്നതിലടക്കം KSRTCയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗണേഷിനെ കൊണ്ട് കഴിയുമോ എന്ന വെല്ലുവിളിയും ആന്റണി രാജുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും മുന്നണി മര്യാദകളുടെ ലംഘനമാണ് ഗണേഷ് കുമാർ നടത്തിയിരിക്കുന്നത് എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ആന്റണി രാജു. നിലവിൽ അദ്ദേഹം മന്ത്രിയായി സ്ഥാനമേൽക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ നടത്തിയ ഈ പ്രസ്താവന മുൻ മന്ത്രിയും ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിയും തമ്മിലുള്ള പരസ്പരമുള്ള വിഴുപ്പഴക്കലിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നേതൃത്വത്തിന് അത് തലവേദനയാകുമെന്ന കാര്യം ഉറപ്പാണ്. മാത്രവുമല്ല, 1-ാം തീയതി ശമ്പളം നൽകാൻ കഴിയുമോ എന്ന് ഗണേഷിനെ താൻ വെല്ലുവിളിക്കുന്നുവെന്നാണ് പറഞ്ഞത്. അതോടൊപ്പം ഗണേഷ് കുമാർ നടത്തിയ പ്രസ്താവനകളും ഈ ഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ്. അതായത് ഇതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നോക്കി നടത്താൻ ആളില്ല എങ്കിൽ പിന്നെ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ, ചെലവ് ചുരുക്കലിനായിരിക്കും താൻ പരിഗണന നൽകുക എന്ന് പറയുമ്പോൾ പരോക്ഷമായി അത് ഉന്നം വയ്ക്കുന്നത് ചെലവ് വളരെ കൂടുതലാണ്, വരുമാനം ഒരു വഴിക്ക് വരുന്നു, അതിനേക്കാൾ കൂടുതൽ ചെലവാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് KSRTC പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അതിൻ്റെ കാരണക്കാരൻ നേരത്തെ ഗതാഗത മന്ത്രിയാണ്. ഇത് തന്നെയാണ് ഗണേഷ് കുമാറിൻ്റെ വാക്കുകളുടെ പരോക്ഷമായ അർത്ഥം. അതിനെതിരെയാണ് ആന്റണി രാജു രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും LDF-ന് ഇവർ തമ്മിൽ നടത്തുന്ന ഈ വാക്പോര് വലിയ തരത്തിലൊരു തലവേദനയായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. അതിൽ നേതൃത്വം ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്തുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. ഡാൻ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഡാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ UDF-ലാണെങ്കിൽ ഇത്തരത്തിലുള്ള വിഴുപ്പലക്കലൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്, അത് കണ്ട് പരിചയമുണ്ട്. LDF-ലാവുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രസക്തി കൂടുന്നത്. മാത്രമല്ല, ഈ ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുമ്പ് അത്തരത്തിലൊരു വെട്ടിപ്പൊട്ടിക്കേണ്ട സാഹചര്യം എന്താണ്? അതായത് ഈ ഗണേഷ് കുമാറും ആന്റണി രാജുവും തമ്മിലുള്ള ഒരു അസ്വാരസ്യത്തിന്റെ തുടക്കം എന്തായിരിക്കാം?
സ്വാഭാവികമായി ആദ്യ ടേമിൽ ഗതാഗത മന്ത്രിയാകാനുള്ള ശ്രമം അല്ലെങ്കിൽ മന്ത്രിയാകാനുള്ള ശ്രമം അത് ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അത് വലിയ തരത്തിലെന്ന് വാർത്തകളിൽ നിറഞ്ഞതുമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിലനിന്നിരുന്ന ചില തർക്കങ്ങളുണ്ട്. അത് മുന്നണിയിലേക്കടക്കം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്കടക്കം വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീടാണ് ഗണേഷ് കുമാറിനെ രണ്ടാം പാതിയിൽ മന്ത്രിയായി പരിഗണിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് LDF നേതൃത്വം എത്തിച്ചേരുന്നത്. പക്ഷേ ആ ഘട്ടം മുതൽ തന്നെ ആന്റണി രാജുവും ഗണേഷ് കുമാറും തമ്മിലുള്ള ഒരു അസ്വാരസ്യങ്ങൾക്ക് രഹസ്യമായെങ്കിലും തുടക്കമായിരുന്നു. അത് ഇപ്പോൾ പരസ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു പരസ്യമായ വിഴുപ്പലക്കലിൽ ഈ ഗണേഷ് കുമാർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട്. അതായത് KSRTCയെ ഏത് തരത്തിലൊക്കെ ഇനി രക്ഷപ്പെടുത്തിയെടുക്കാം, നിലവിൽ നേരിടുന്ന വലിയ പ്രതിസന്ധികളിൽ നിന്ന് കുടിശ്ശിക അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാൻ കഴിയാതെ പ്രതിഷേധവുമായി തൊഴിലാളി സംഘടനകൾ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം, അത് വലിയ തരത്തിൽ വാർത്തയാകുന്ന സാഹചര്യം, പെൻഷൻ വിതരണത്തിലുണ്ടാകുന്ന കാലതാമസം, ഇതൊക്കെ വലിയ തരത്തിൽ കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേൽക്കുന്നത്. അപ്പോൾ നിലവിൽ നേരിടുന്ന പ്രതിസന്ധിക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞാൽ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചത് കൃത്യമായി ഒരു ക്രെഡിറ്റായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാൻ ഗണേഷിന് കഴിയില്ല. അത് വെല്ലുവിളിയോടെയാണ് ആന്റണി രാജു ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ ഗണേഷിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിയുമോ എന്ന് താൻ ഗണേഷിനെ വെല്ലുവിളിക്കുന്നുവെന്ന് തന്നെയാണ് ആന്റണി രാജു പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്ത് തരത്തിലുള്ള മാറ്റമായിരിക്കും ഈ വാക്കുകൾക്കപ്പുറത്തേക്ക് ഗണേഷ് കുമാറിന് KSRTCയിൽ വരുത്താൻ കഴിയുക എന്നത്. ഈ ഗണേഷ് കുമാറിന്റെ ബൈറ്റ് നമ്മൾ തൊട്ടു മുമ്പ് പ്ലേ ചെയ്തപ്പോൾ അതിലൊരു കാര്യം ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ പറഞ്ഞത് ഈ ഉടമസ്ഥൻ ഇല്ലാതാവുമ്പോൾ കുത്തഴിഞ്ഞു പോകും, ആരും നോക്കാനില്ലാത്തപ്പോൾ എന്തായിരിക്കും സ്ഥിതി. വളരെ കൃത്യമാണ്. അത് ആരെയാണ് ലക്ഷ്യമിട്ടത് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ് ആ വാക്കുകളിൽ. അപ്പോൾ വളരെ പ്ലാൻഡായി ആസൂത്രിതമായി ആ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഗണേഷ് അത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കുക തന്നെയല്ലേ ചെയ്തത്? അല്ല, അങ്ങനെ പറയുമ്പോഴും അതിനോട് മറ്റ് മന്ത്രിമാരോ അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയോ ഒന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല. ആന്റണി രാജുവിനെതിരെ ഒരു തരത്തിലുള്ള പരസ്യ വിമർശനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നണി യോഗത്തിലുള്ള വിമർശനങ്ങളോ അങ്ങനെ ഒന്നും വന്നതായിട്ട് നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ ഗണേഷ് കുമാർ മാത്രം ഇത്തരത്തിൽ ഒരു വിമർശനം ഉന്നയിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? അവിടെ പേരെടുത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നാഥനില്ല കളരിയായിരുന്നു KSRTC, ഇനി അങ്ങനെയാകില്ല. അത് തന്നെയാണ് ഗണേഷിൻ്റെ വാക്കുകളിൽ നിന്ന് സാധാരണക്കാർക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത്തരമൊരു പ്രസ്താവന ഗണേഷ് കുമാർ നടത്തുമ്പോൾ അത് അപ്രതീക്ഷിതമായി നടത്തിയ പ്രസ്താവനയല്ല, കരുതിക്കൂട്ടി തന്നെ നടത്തിയ പ്രസ്താവനയാണ്. അതാണ് പ്രധാനം. കരുതിക്കൂട്ടി നടത്തിയ പ്രസ്താവനയെ തന്നെ അതിനെ കണക്കാക്കണം. ഡാൻ തുടരുക. BMS നേതാവ് അജയ് കുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അജയ് കുമാർ, പുതിയ ഗതാഗത മന്ത്രി എത്തി, നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഈ കാര്യങ്ങളൊക്കെ നാഥനുണ്ടാകും, KSRTC വീണ്ടും രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ തൊഴിലാളികൾക്കുണ്ടോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, പണിയെടുത്തവന്റെ കൂലി അത് കൃത്യമായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടി അവിടെ എടുത്ത ഒരു തീരുമാനമുണ്ട്. എല്ലാ മാസവും 5-ാം തീയതി കൃത്യമായി ശമ്പളം നൽകുമെന്നുള്ളത്. ആ ശമ്പളം നൽകുമെന്നുള്ള ആ വാദം മുഖ്യമന്ത്രിയുടെ വാക്ക് പാലിക്കണമെന്നുള്ളത് ഒന്ന്. രണ്ട്, ഇടതുപക്ഷ സർക്കാർ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം KSRTCയുടെ കടജട ഭാരം ഏറ്റെടുക്കുമെന്നാണ്. അങ്ങനെ KSRTCയുടെ കടജട ഭാരം ഏറ്റെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഈ പുതിയ മന്ത്രിയിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഈ ഇറങ്ങിപ്പോയ മന്ത്രിയും ഇപ്പോൾ അധികാരത്തിലെത്തിയ മന്ത്രിയും ഇങ്ങനെ പരസ്പരം വാക്പോര് നടത്തുന്നതിൽ തൊഴിലാളികൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ പുതുതായി വന്ന മന്ത്രി അദ്ദേഹം ഒരു കണക്ക് കണക്കിന്റെ കാര്യം പറഞ്ഞത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാക്കാനുള്ളത്, KSRTCയുടെ വരവ് ചെലവ് കണക്കുകൾ അത് തൊഴിലാളികളുടെ മുന്നിലും പൊതുസമൂഹത്തിന്റെ മുന്നിലും ഒരു ഓപ്പൺ ബുക്കായി വയ്ക്കണമെന്ന് KSRTCയുടെ ട്രേഡ് യൂണിയനുകൾ ഒരു 2 മാസത്തിന് മുമ്പുള്ള മീറ്റിംഗിൽ ആവശ്യപ്പെട്ടതാണ്. ആയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രേഖാമൂലം കത്ത് വരെ കൊടുത്തതാണ്. കഴിഞ്ഞ ദിവസം KSRTC അങ്ങനെ ഒരു കണക്ക് തന്നു. പക്ഷെ ആ കണക്കില് വ്യക്തതയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ 2.26 കോടി രൂപയ്ക്ക് ഡീസൽ ഇനത്തിൽ നവംബർ മാസത്തിൽ ലാഭമുണ്ട് എന്ന് KSRTCയുടെ മാനേജ്മെന്റ് പറയുമ്പോൾ എത്ര ലിറ്റർ ഡീസൽ KSRTC വാങ്ങി, അതിൽ എത്ര ലിറ്റർ യാത്രാ ഫ്യൂൽ വഴി വിതരണം ചെയ്തിട്ടുണ്ട്,
KSRTC ബസ്സിന് എത്ര വിതരണം ചെയ്തു എന്നുള്ളൊരു വ്യക്തമായ കണക്ക് ഉദാഹരണം ഞാൻ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വ്യക്തത ഇല്ലാത്തത് കൊണ്ട് വ്യക്തമായൊരു കണക്ക് അടുത്ത മാസം ഈ ജനുവരി മാസം 15-ാം തീയതി വിശദമായ കണക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കണക്കില്ല എന്ന് ഇപ്പോ നിയുക്ത മന്ത്രി അദ്ദേഹം പറഞ്ഞത് വസ്തുതയാണ്. അപ്പൊ വസ്തുതകൾ നമുക്ക് ഒളിച്ചോടാൻ കഴിയില്ലല്ലോ. ഇവിടെ ഒരു വലിയ ഒരു പൊളിച്ചെഴുത്തിന്റെ ആവശ്യം ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഗവൺമെന്റും അതുപോലെ തന്നെ മാനേജ്മെന്റും തൊഴിലാളികളുടെ വിഷയങ്ങളിൽ, അതായത് ഇവിടുത്തെ ഡ്യൂട്ടി പാറ്റേൺ നടക്കുക. ഇപ്പോൾ 9.5 കോടി രൂപ വരുമാനം KSRTCയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായി. പക്ഷേ നിലവിൽ ഉള്ള ഡ്യൂട്ടി പാറ്റേണും മറ്റ് സൗകര്യങ്ങളും വെച്ചാണ് അത് ഉണ്ടായത്. പക്ഷെ ഇപ്പോഴും പറയുന്നു സുശീൽ ഖന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും മാറ്റങ്ങൾ വരുത്താനുണ്ടെന്ന്. അപ്പോ നമുക്ക് മനസ്സിലാവാത്ത കാര്യം, KSRTCയുടെ പ്രവർത്തനത്തിലെ വരുമാനത്തിൽ 7 കോടി വന്നാൽ അത് ബ്രേക്ക് ഈവൻ ആവുമെന്ന് ഒരു സമയത്ത് പറഞ്ഞു. ഇപ്പൊ അത് 9.5 കോടി ആയിട്ടും ഇനിയും ഖന്ന റിപ്പോർട്ടിനെ ചുവട് പിടിച്ചുള്ള പ്രവർത്തനങ്ങളാണ് KSRTC നടക്കുന്നത്. സുശീൽ ഖന്ന റിപ്പോർട്ട് അവസ്ഥ പഞ്ചാംഗമാണെന്ന് തന്നെയാണ് BMSന്റെ നിലപാട്. ശരി, BMS നേതാവ് അജയ് കുമാറാണ് ടെലിഫോണിൽ ചേർന്നത്. M. വിൻസെന്റ് MLA കൂടി ചേരുന്നുണ്ട് TDSന്റെ ഭാഗമായിട്ട്. ശ്രീ M. വിൻസെന്റ് MLA, ഈ ഗണേഷ് കുമാറും ആന്റണി രാജുവും തമ്മിലുള്ള വാക്പോര് അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്നു കാണും. ഒപ്പം ന്യൂസ് 18നോടുള്ള പ്രതികരണത്തിലും ഗണേഷ് കുമാറിനുള്ള മറുപടി നൽകുകയായിരുന്നു. പക്വത കാണിക്കണം എന്നുള്ള തരത്തിൽ ആന്റണി രാജു. ഈ വാക്പോര് അത് ഈ ഭരണത്തിൽ ഗതാഗത വകുപ്പിന്റെ കാര്യത്തിൽ അത് എത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ഇത് പുതുതായ ഒരു പ്രതിസന്ധി ഉണ്ടാകേണ്ടതില്ല. ഇപ്പൊ നിലവിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നാളിതുവരെ 1 മാസം പോലും കൃത്യമായി ശമ്പളം കൊടുത്തിട്ടില്ല. അത് ആന്റണി രാജു ഇരുന്നപ്പോഴായിരുന്നാലും അതിനു മുമ്പ് AK ശശീന്ദ്രൻ ആയിരുന്നപ്പോഴും ഒന്നും കൃത്യമായി ശമ്പളം കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ റെക്കോർഡ് വരുമാനമുണ്ടായിട്ടും മാനേജ്മെന്റും ഗവൺമെന്റും ശമ്പളം കൊടുക്കുന്നതിന് വലിയ വിമുഖതയാണ് കാണിക്കുന്നത്. ശമ്പളം കൊടുക്കുന്നതിന് വലിയ വിമുഖതയാണ്. 9 കോടിയിലധികം രൂപ ഒരു മാസം വരുമാനമുണ്ടായി, ഒരു ദിവസം വരുമാനമുണ്ടായിട്ടും 70 കോടി രൂപയാണ് ആകെ ഒരു മാസം ശമ്പളത്തിന് വേണ്ടി വരുന്നത്. ഇപ്പോ 270-280 കോടി രൂപ ടിക്കറ്റ് വരുമാനം തന്നെ ഒരു മാസം ഉണ്ടായിട്ടും ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഒരു തൊഴിലാളി വിരുദ്ധ സമീപനമാണ്. ഇപ്പോ പ്രത്യേകിച്ച് CMD ആയിരിക്കുന്ന മഹാൻ തൊഴിലാളികളോട് വളരെ വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയിട്ടാണ് പെരുമാറുന്നത്. തൊഴിലാളികൾ ചെറിയ പിഴകൾക്ക് പോലും ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകുന്ന ഒരു സമീപനം, തൊഴിലാളികൾക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ കൊടുക്കാതിരിക്കുക, എല്ലാ കാലഹരണപ്പെട്ട ഒരു സുശീൽ ഖന്ന റിപ്പോർട്ടിന്റെ പേരിൽ നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ, ആ പരിഷ്കാരങ്ങളിലൂടെ കോർപ്പറേഷൻ എന്ത് നേട്ടമുണ്ടാക്കി, സാമ്പത്തികമായി എന്ത് നേട്ടമുണ്ടാക്കി എന്ന് പറയുന്നത്. ഇന്ന് കോർപ്പറേഷന്റെ പ്രശ്നം സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഇവർ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പരിഷ്കാരം പ്രയോജനം ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും നിലയിൽ തൊഴിലാളികളുടെ കഴുത്തിന് പിടിക്കാനല്ലാതെ മറ്റൊന്നിനും ഇവർക്ക് തയ്യാറായിട്ടില്ല. ഈ വാക്പോരെല്ലാം മതിയാക്കി തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ, മിനിമം ശമ്പളം കൊടുക്കാനെങ്കിലും തയ്യാറാകണം. ഈ KSRTC ഈ നിലയിൽ മുന്നോട്ട് പോകേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. അതിന് പകരം സ്വിഫ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി, കടം വാങ്ങാൻ വേണ്ടി ഒരു കമ്പനി എന്ന പേരിൽ തുടങ്ങിയിട്ട് ആ കമ്പനി ഇന്ന് KSRTCയെ വിഴുങ്ങുന്ന അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. KSRTCക്ക് നൽകേണ്ടുന്ന പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബസ് വാങ്ങിയിട്ട് ആ ബസ്സിന് വാടക കൊടുക്കേണ്ടുന്ന വളരെ വൈരുദ്ധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ KSRTCയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ ബസ്സുകൾ വാങ്ങുന്നില്ല, പുതിയ നിയമനങ്ങളില്ല. ഇതെല്ലാമായി KSRTCയെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സാഹചര്യമാണ് പോകുന്നത്. ഇവിടെ ഇന്ന് KSRTC നിലനിന്നു പോകുന്നത് തൊഴിലാളികൾ കൊണ്ട് സമീപനം കൊണ്ട് മാത്രമാണ്. കൃത്യമായി ഒരു മാസവും ശമ്പളം കിട്ടിയില്ലെങ്കിലും പണിമുടക്ക് പോലും നടത്താതെ എല്ലാ ദിവസവും കൃത്യമായി ജോലി ചെയ്ത് ഈ KSRTCയെ താങ്ങി നിർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം തൊഴിലാളികളുടെ സന്മനോഭാവമാണ് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ആ തൊഴിലാളികളുടെ വികാരങ്ങൾ മുഖവിലക്കെടുക്കാൻ പുതിയ മന്ത്രിയെങ്കിലും തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഈ ഗണേഷ് കുമാർ ആരോപിച്ചതുപോലെ ഒരു നാഥനില്ലാ കളരി ആയിരുന്നു ആന്റണി രാജുവിന്റെ കാലഘട്ടത്തിൽ ഗതാഗത വകുപ്പ്. മാത്രമല്ല, ഈ നോക്കാൻ ആളില്ല എങ്കിൽ അതിന്റെ അവസ്ഥ അതായിരിക്കും. വലിയ ചോർച്ചയുണ്ട്. ഈ ചോർച്ച ഓട്ടയടയ്ക്കും എന്നുള്ളതാണല്ലോ ഗണേഷ് കുമാറിന്റെ പ്രതികരണങ്ങളിൽ പ്രധാനം. അപ്പോൾ എന്താണ് ഈ ഗണേഷിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം? ഇത് ആദ്യമായിട്ടല്ല ഈ കസേരയിൽ ഇരിക്കുന്നതും. അപ്പോൾ അദ്ദേഹം അതേ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അന്ന് അത്യാവശ്യം കയ്യടി വാങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഒരു പ്രതീക്ഷ വെച്ചുകൂടെ ഇനി? അത് ഞങ്ങള് തുടക്കത്തിലെ ഞങ്ങളുടെ പ്രതികരണം പ്രതീക്ഷയാണ്. കാരണം
KSRTC എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിന്റെ ഒരു പൊതു സ്വത്താണ്. KSRTCക്കുള്ള ആസ്തികൾ മുഴുവനും ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്ത ആസ്തിയല്ല, ജനങ്ങൾ പിരിവെടുത്ത് വാങ്ങിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും മറ്റു ഫണ്ടുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അത് താങ്ങി നിർത്തേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും പരിശ്രമിക്കുന്നത്. തൊഴിലാളികളുടെയും സഹകരണം എല്ലാം ആ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. തൊഴിലാളികളെ നിരന്തരം കുറ്റപ്പെടുത്തുന്ന സമീപനം നിലവിൽ ഉണ്ടായുള്ള CMD ആയിരുന്നാലും ഗവൺമെന്റ് ആയിരുന്നാലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസത്തെ കുറിച്ച് ആരും ശ്രദ്ധിക്കുന്നുമില്ല, ചിന്തിക്കുന്നുമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അവരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന തുകകൾ പോലും കൃത്യമായി അടയ്ക്കാത്ത ഒരു സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് എല്ലാ മാസവും ഇപ്പൊ നമുക്കറിയാം, പഴയ വാഹനങ്ങൾക്ക് ഇപ്പൊ നിലവിൽ ഉപയോഗിക്കാത്ത വാഹനങ്ങൾക്ക് ഉപയോഗിക്കേണ്ടുന്ന സ്പെയർ പാർട്സുകൾ പോലും കഴിഞ്ഞ കാലങ്ങളിൽ വാങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് തെളിവ് സഹിതം ഹാജരാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ തന്നെ ഈ ETM മെഷീന്, ആ ETM മെഷീൻ എന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പ് വാങ്ങിയതാണ്. ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് സിസ്റ്റം വന്നിട്ട് 10-12 വർഷമായി. അന്ന് ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഉൾപ്പെടുത്താതെ അന്ന് വാങ്ങിയ ETM മെഷീനുകളെല്ലാം ഇന്ന് പ്രവർത്തനരഹിതമായി വന്നപ്പോ ഇതാ ഞങ്ങൾ ആൻഡ്രോയിഡുള്ള സാധനം വാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയത് വാങ്ങാൻ പോവുകയാണ്. അന്ന് 5.5 കോടി രൂപ കൊടുത്ത് വാങ്ങിയ മുഴുവൻ മെഷീനുകളും കേടായി. എന്തുകൊണ്ട് അന്ന് ആൻഡ്രോയിഡ് ഉപയോഗിച്ചില്ല എന്ന് അന്നും CMD ആയിരുന്ന ഇന്നത്തെ CMDയും അതുപോലെ തന്നെ മന്ത്രിയും മറുപടി പറയേണ്ടതാണ്. ഇപ്പോ അന്നത്തത് ഉപയോഗശൂന്യമായപ്പോൾ അത് ഉപയോഗശൂന്യമായെന്ന് വാർത്ത വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ പുതുതായിട്ട് ആൻഡ്രോയിഡ് ഉള്ള ഒരു മെഷീൻ വാങ്ങുന്നത്. ഇത് തന്നെ അന്ന് വാങ്ങാമായിരുന്നു. ഇപ്പോൾ ഉണ്ടാക്കുന്ന കരാറ് ഒരു ടിക്കറ്റിന് 16 പൈസ ഓരോ ടിക്കറ്റിനും ആ കമ്പനി കൊടുക്കേണ്ടി വരികയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മാസം 3 മുതൽ 4 ലക്ഷം രൂപ വരെ ആ കമ്പനിക്ക് കൊടുക്കുക. അപ്പോ അങ്ങനെ ആകുമ്പോൾ ഒരു വർഷം തന്നെ എത്ര കോടി രൂപയായി മാറുന്നു? ഏകദേശം 10-60 കോടി രൂപ ഒരു വർഷം തന്നെ ആ സ്വകാര്യ കമ്പനിക്ക് ലഭിക്കാൻ പോകുന്ന ഒരു ഇടപാടാണ് നടന്നിരിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ഞങ്ങൾ പഴയ മന്ത്രിയിലും ഞങ്ങൾ പ്രതീക്ഷ വച്ചിരുന്നു. അതിനു മുമ്പ് AK ശശീന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോഴും ഞങ്ങൾ പ്രതീക്ഷ വച്ചിരുന്നു. കാരണം ഞങ്ങൾ ഇതിനകത്തൊരു മുൻവിധിയോടുകൂടി ഒരു ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെയോ പ്രവർത്തനങ്ങളെ എതിർക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ സമീപനം. പക്ഷെ തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിച്ചാൽ നഖശികാന്തം എതിർത്തിട്ടുണ്ട്, വിട്ടുവീഴ്ചയില്ലാതെ എതിർത്തിട്ടുണ്ട്. പക്ഷെ അത് പൊതുഗതാഗത സംവിധാനത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളുമാണ് INTUCയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളതെന്ന് ഈ പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ നന്ദി ശ്രീ MLA. പ്രതീക്ഷ പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അജയൻ INTUC നേതാവ് ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ഇപ്പോൾ MLA പറഞ്ഞിരുന്നു INTUCയുടെ പ്രശ്നങ്ങൾ. പക്ഷേ അപ്പോഴും ഞാൻ ചോദിക്കട്ടെ ശ്രീ അജയൻ, ഈ പുതിയ മന്ത്രി വന്നു, പുതിയ ഗതാഗത വകുപ്പിനൊരു നാഥൻ വരികയാണ്. നേരത്തെ നാഥനില്ല കളരി എന്ന് ഉള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് കസേരയിലേക്കുള്ള വരവും. ഈ തൊഴിലാളി സംഘടനകൾ എന്ന നിലയിൽ നിങ്ങൾ മന്ത്രിയുമായി നേരിട്ട് ഒരു കാണാനുള്ള ശ്രമം നടത്തിയിരുന്നോ? ഞങ്ങള് KSRTCക്കാർക്ക് ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ ശരിക്കും പറഞ്ഞാൽ അസ്തമിച്ചു. ഞങ്ങൾക്ക് ഇപ്പൊ ആശങ്കയാണ്. അല്ല, ഇപ്പൊ MLA പറഞ്ഞത് പ്രതീക്ഷ ഉണ്ടെന്നാണ് കേട്ടോ. 2 നിലപാട് വരരുത്. അതാണ് ഞാൻ പറഞ്ഞത്, പുതിയ മന്ത്രി വരുമ്പോ ഗണേഷ് കുമാർ സാർ വരുമ്പോ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അപ്പൊ ഞങ്ങള് നേരത്തെ പറഞ്ഞിരുന്നു KSRTCയുടെ വരുമാനം ഏകദേശം 230 കോടിയോളം വരുന്നു. ഈ പൈസ എവിടെ പോകുന്നു എന്നുള്ള വ്യക്തമായ കണക്ക് വേണം. KSRTCയിലാണ് ആദ്യം കമ്പ്യൂട്ടർവൽക്കരണം നടത്തിയത്. എന്നാലും ഇതിന്റെ കണക്കുകളൊന്നും കറക്റ്റ് ആകുന്നില്ല. അവർ തോന്നുന്ന പോലെ വണ്ടി വാങ്ങുന്നു, തോന്നുന്ന പോലെ ETM വാങ്ങുന്നു, തോന്നുന്നത് പോലെ മറ്റ് കമ്പനികൾക്ക്, ഡീസൽ കമ്പനികൾക്ക് ഉൾപ്പെടെ പൈസ കൊടുക്കുന്നു. പക്ഷേ തൊഴിലാളികളുടെ ശമ്പളത്തിന് മാത്രം കൊടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന് കഴിഞ്ഞ മന്ത്രിയും കഴിഞ്ഞ നമ്മുടെ CMDയും കൂടെ വരുത്തി തീർക്കുകയാണ്. ഇതിനകത്തൊരു സാമ്പത്തിക ക്രൈസിസ് ഉണ്ടാക്കി സ്വകാര്യ കുത്തകകളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു. അതിനെതിരെ INTUC അന്ന് കണക്ക് ബോധ്യപ്പെടുത്തണം. സ്വിഫ്റ്റ് വണ്ടി വാങ്ങിയതിൽ അഴിമതിയുണ്ട്, ബൾക്ക് പർച്ചേസിൽ അഴിമതിയുണ്ട്, ETM വാങ്ങിയതിൽ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. നിങ്ങൾക്കറിയാം മാധ്യമങ്ങൾ. ഞങ്ങൾ അതൊക്കെ അന്ന് പറഞ്ഞപ്പോ അതൊക്കെ അനാവശ്യ സമരങ്ങളാണ് എന്ന് പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞാണ് നമ്മുടെ മുൻ മന്ത്രിയും CMD ഒക്കെ. അതുകൊണ്ട് ഞങ്ങൾ പറയും, നമ്മുടെ
പുതിയ മന്ത്രി വന്നപ്പോൾ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങള് 30 ദിവസം ജോലി ചെയ്തിട്ട് 20ഉം 25-ാം തീയതി 30-ാം തീയതി അടുത്ത മാസം 30-ാം തീയതി വരെ സമരം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും മിനിസ്റ്റർ ആദ്യമേ പറഞ്ഞിട്ടുള്ളത് തൊഴിലാളികളുടെ ശമ്പളം കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഏറ്റവും പ്രയോറിറ്റി അതാണെന്ന് ഞങ്ങൾക്ക് അതുകൊണ്ട് അതിലൊരു പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ അനാവശ്യ സമരങ്ങളല്ല. നേരത്തെ നമ്മുടെ ബഹുമാന്യനായ MLA KSRTC സംരക്ഷിക്കുന്നതിനും KSRTC പൊതുഗതാഗതമാണെന്നും അതിലെ തൊഴിലാളികളെ സംരക്ഷിക്കണമെന്നും KSRTCക്ക് പുതിയ വണ്ടി വാങ്ങണമെന്നും KSRTCയുടെ റൂട്ടുകൾ അന്യാധീനപ്പെട്ട് പോകരുത് എന്നും പറഞ്ഞ് ഘോരഘോരം നിയമസഭയിലും അതുപോലെ പുറത്തുമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അന്ന് ഭരണപക്ഷത്തുള്ള ഒരു MLA പോലും അത് ശരിയാണ്, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം, KSRTC ഒരു പൊതു ഗതാഗത സംവിധാനമാണ്, അതിനെ നിലനിർത്തണം എന്നവരാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പോലും ചെയ്യില്ല. ഞങ്ങളുടെ ആവശ്യം തൊഴിലാളികളുടെ ശമ്പളം കൃത്യമായി കൊടുക്കുക, KSRTC സംരക്ഷിക്കുക, KSRTCക്ക് പുതിയ വണ്ടികൾ വാങ്ങുക, ഇതിൽ ഈ ചോർച്ച നിർത്തുക, ഇതിലെ അഴിമതി കണ്ടുപിടിക്കണം, അഴിമതി തെളിയിക്കണം. ഇതിന്റെ പൈസ എങ്ങോട്ടാണ്? സർക്കാരിന്റെ കീഴിലുള്ള ഈ പൊതുഗതാഗത സംവിധാനം താഴെത്തട്ടിലുള്ള പാവങ്ങളെ സംരക്ഷിക്കാൻ, പാവങ്ങളുടെ യാത്രാ സംവിധാനമായ ഈ പൊതുഗതാഗതത്തെ സംരക്ഷിക്കണം. അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ പീഡനം അവസാനിപ്പിക്കണം, തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടണം, KSRTC സംരക്ഷിക്കണം, അതോടൊപ്പം തൊഴിലാളികളെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. അല്ല, ഈ ശ്രീ അജയൻ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ ആന്റണി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്ത് അത്യാവശ്യം അപ്രീസിയേഷൻ കിട്ടിയ ഒരു മിനിസ്റ്ററാണല്ലോ KB ഗണേഷ് കുമാർ. ഇപ്പോൾ LDF സർക്കാരിന്റെ ഭാഗമായി വരുമ്പോൾ INTUCക്ക് അതിലൊരു പ്രതീക്ഷ വെച്ചുകൂടെ? തീർച്ചയായും ഞങ്ങള് അദ്ദേഹത്തോടൊപ്പം നല്ല കാര്യങ്ങൾക്ക് ഞങ്ങളുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിയും MLA പറഞ്ഞതുപോലെ ഞങ്ങള് നല്ല കാര്യങ്ങൾക്ക് അങ്ങറ്റം ഞങ്ങൾ സഹകരിക്കും. പക്ഷേ ഈ KSRTC നശിപ്പിക്കുന്നതിന് നിങ്ങൾക്കറിയാം, ഞങ്ങൾ കേസിന് പോയി സമരങ്ങൾ നടത്തി. എന്തിനാ? KSRTC അന്യാധീനപ്പെട്ടു പോവും, തൊഴിലാളികൾ വഴിയാധാരമാവും, തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങൾ പ്രതിഷേധമായി പോയത്. ശരി, എന്നാൽ നിങ്ങൾ പ്രതീക്ഷ നിലനിൽക്കട്ടെ. ഞാൻ മറ്റൊരു അതിഥിയിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജയശങ്കർ, ഇപ്പോൾ ഈ KSRTCയിലെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ തൊഴിലാളി വിഭാഗ നേതാക്കൾ സംസാരിച്ചത്. പക്ഷേ അതിനേക്കാളും ഉപരിയായി ഇടതു മുന്നണിയിൽ ഇതൊരു തലവേദനയായി മാറുകയാണ്. ആന്റണി രാജുവും KB ഗണേഷ് കുമാറും മുഖാമുഖം ഏറ്റുമുട്ടുകയാണ്, പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. ഗണേശ് തെളിയിക്കട്ടെ, ഗണേശ് കാണിക്കട്ടെ എന്ന് ആന്റണി രാജു, പക്വത കാണിക്കണമെന്ന് ആന്റണി രാജു. അതേസമയം ഈ ഒരു നാഥനില്ലാത്ത അവസ്ഥയിൽ എങ്ങനെ നശിക്കാതിരിക്കുമെന്നുള്ള പരാമർശത്തോടു കൂടി ആയിരുന്നല്ലോ ഗണേഷ് കുമാറിന്റെ മന്ത്രി കസേരയിലേക്കുള്ള വരവ് തന്നെ. അപ്പോൾ ഇടതുമുന്നണി ഇവരുടെ ഈ വാക്പോര് എത്തരത്തിൽ കൈകാര്യം ചെയ്യുമെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഇവർ രണ്ടുപേരും ഒരു MLA മാത്രമുള്ള പാർട്ടിയുടെ പ്രതിനിധികളാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ പ്രബലമായ രാഷ്ട്രീയ ശക്തികളൊന്നും ഈ രണ്ടുപേരും ഇങ്ങനെ ഇടതുമുന്നണിയിൽ അംഗത്വം നേടിയിട്ടും അധികം നാളായിട്ടില്ല. ഇത് അംഗത്വം നേടാനിടയായ സാഹചര്യങ്ങളൊക്കെ സവിശേഷതയാർന്നതാണ്. ഒരാൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലായിരുന്നു, പിന്നീട് അവിടുന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് വഴിക്ക് LDFൽ വന്നതാണ്. മറ്റേ ആൾ കേരള കോൺഗ്രസ് B എന്ന് പറഞ്ഞ ഏത് കാലത്തും ഒരു കോൺഗ്രസ് ഉപഗ്രഹമായി പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. അദ്ദേഹവും ഒരു വളരെ സവിശേഷമായ സാഹചര്യത്തിലാണ് മുന്നണിയിലെത്തിയത്, ഇപ്പോൾ മന്ത്രിസ്ഥാനത്തെത്തിയത്. ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്, ഗതാഗത വകുപ്പ് അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഒരു കൂത്തരങ്ങായി മാറിയിട്ട് വളരെ കാലമായി. അതിപ്പോ ആന്റണി രാജു മന്ത്രിയാകുന്നതിന് മുമ്പും അതുപോലെ തന്നെയായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും തലവേദന ഉണ്ടാക്കിയ ഒരു വകുപ്പ് ഗതാഗതമായിരുന്നു. അന്ന് ഗതാഗത മന്ത്രിയായിരുന്ന ശശീന്ദ്രന് അതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാണ്ടായിരുന്നില്ല. അവിടെ KSRTC MD ആയിരുന്ന ടോമിൻ തച്ചങ്കരി പിന്നെ മുഖ്യമന്ത്രിയൊക്കെ ചേർന്നാണ് ആ വകുപ്പ് ഭരിച്ചിരുന്നത്. ഈ വകുപ്പ് മൊത്തത്തിൽ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്. അല്ല, വകുപ്പിന്റെ പ്രശ്നത്തിനേക്കാളുപരി ശ്രീ ജയശങ്കർ, ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് LDFനൊന്ന് ഇടപെട്ടുകൂടെ? ഈ പരസ്യമായിട്ട് ഒരു മുൻ മന്ത്രിയും ഇപ്പോൾ അതേ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയും ഏറ്റുമുട്ടുമ്പോൾ അതിൽ LDF ഇടപെടേണ്ട സമയമായില്ലേ? അല്ല, അത് തീർച്ചയായിട്ടും ഒരിക്കലും ആരോഗ്യകരമായിട്ടുള്ള ഒരു കാര്യമല്ല. മുൻ മന്ത്രിക്ക് എന്തൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രി അദ്ദേഹത്തെ ഇപ്പോൾ മുറിപ്പെടുത്തി സംസാരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. അതുപോലെ മുൻ മന്ത്രിയാണെങ്കിലും നിലവിലുള്ള മന്ത്രിയെ കുറ്റപ്പെടുത്തിയോ പരിഹസിച്ചോ അല്ലെങ്കിൽ എനിക്ക് സീനിയോറിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞോ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് ഒരു ദുശകുനം സൃഷ്ടിക്കേണ്ട കാര്യവുമില്ല. അതൊക്കെ തീർച്ചയായിട്ടും പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഒരിക്കലും ചെയ്യേണ്ട കാര്യമല്ല. പക്ഷെ ഗതാഗത വകുപ്പിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ വലിയ അഴിമതിയാണ്, കെടുകാര്യസ്ഥതയാണ്, മൊത്തം നാദല്ല കളരിയായി മാറി എന്നുള്ളത് സത്യമാണ്.
മുൻ സമയത്ത് ആദ്യഘട്ടത്തിൽ ഈ ആന്റണി മന്ത്രിസഭയിൽ ഇരുന്നപ്പോൾ ഗണേഷ് കുമാർ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു വകുപ്പല്ലേ? അപ്പോൾ ചെറിയൊരു പ്രതീക്ഷ വെച്ചുകൂടെ? അല്ല, തീർച്ചയായിട്ടും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഗണേഷ് കുമാർ നേരത്തെ ഈ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് അറിയാം ഗതാഗത വകുപ്പിലുള്ള പരാധീനതകളൊക്കെയാണ്. KSRTC മാത്രമല്ലോ ഗതാഗത വകുപ്പ്. KSRTC അതിന്റെ ഒരു ഭാഗം മാത്രമാണ്, നമ്മൾ നേരിട്ട് കാണുന്ന ഭാഗമാണ്. അത് കൂടാതെ ഈ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ തലത്തിൽ അല്ലെങ്കിൽ ജോയിന്റ് RTOമാരുടെ തലത്തിൽ, RTOമാരുടെ തലത്തിലൊക്കെ നടക്കുന്ന അഴിമതി എത്രയെന്ന് വിചാരിച്ച് കോടാനുകോടി രൂപയുടെ അഴിമതിയാണ് ഓരോ വർഷവും ഈ വകുപ്പിൽ നടക്കുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും അഴിമതി നിറഞ്ഞ ഒരു വകുപ്പാണ് ഗതാഗത വകുപ്പ്. ആരും ആ ഭാഗം ശ്രദ്ധിക്കുന്നില്ല. ഈ KSRTC കട്ടപ്പുറത്തായി എന്നുള്ളത് വേറൊരു വശമാണ്. അത് മാത്രമല്ല, അപ്പൊ ഈ RTOമാരുടെ, ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർമാരുടെ, അല്ലെങ്കിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ ഒക്കെ അഴിമതി എന്ന് പറഞ്ഞാൽ ഭയാനകമാണ്. ഇവർ ജോലി ചെയ്യാതെ ശമ്പളം മേടിക്കുന്നവരാണ് അധികം പേരും. ഇവരാരും ഫീൽഡിൽ പോകുന്നില്ല, വാഹന പരിശോധന നടത്തുന്നില്ല. എല്ലാവരും ഓഫീസിൽ കറങ്ങുന്ന പങ്കയുടെ കീഴിലിരുന്ന് ജോലി ചെയ്യാം എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. റോഡ് ആക്സിഡന്റുകൾ പെരുകയാണ് കേരളത്തിൽ. അതെന്തുകൊണ്ടാ? ഇവരുടെ ജോലി ഫലപ്രദമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ്, വാഹന പരിശോധന നടത്താത്തതുകൊണ്ടാണ്, ഓവർ സ്പീഡ് നിയന്ത്രിക്കാത്തതുകൊണ്ടാണ്. ഇതിനൊന്നും ഒരു പരിശോധന നടത്തുന്നില്ല. ഈ വെഹിക്കിൾ ഇൻസ്പെക്ടർമാര് ഓഫീസിലിരുന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. അവർ റോഡിൽ പോയി ജോലി ചെയ്യാൻ താല്പര്യമില്ല. അവർ എന്ത് ജോലിക്കാണ് വച്ചിട്ടുള്ളത് ആ കാര്യം അവർ ചെയ്യുന്നില്ല. പിന്നെ റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട്. അദ്ദേഹത്തിന് ഒരു അധികാരം കൊടുത്തിട്ടില്ല. ആ അധികാരം കൂടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊടുത്തിരിക്കുക. അപ്പൊ റോഡ് സേഫ്റ്റിയെ സംബന്ധിച്ചുള്ള എല്ലാ നിയമങ്ങളും ഇവിടെ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. അത് ആന്റണി രാജുവിന്റെ സമയത്തല്ല, അതിന് മുമ്പ് തന്നെ അങ്ങനെയാണ്. അപ്പൊ ആദ്യം അദ്ദേഹം അഴിമതിയിൽ മുങ്ങിയ കെടുകാര്യസ്ഥത കൊണ്ട് നിറം കെട്ട ഒരു വകുപ്പാണ് ഗതാഗത വകുപ്പ്. KSRTC ലാഭത്തിലാക്കാറൊന്നും ഗണേഷ് കുമാറിന് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ വ്യാമോഹമാണ്, ആരും വിചാരിച്ചാൽ നടക്കില്ല. പക്ഷേ ഈ ഗതാഗത വകുപ്പിലെ അഴിമതി നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതിൽ കെടുകാര്യസ്ഥത കുറച്ചെങ്കിലും പരിഹരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അദ്ദേഹം മഹാനായ ഒരു ഭരണാധികാരിയായിട്ട് ഈ നാട്ടിൽ വാഴ്ത്തപ്പെടും. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ. എന്നാലും ഈ KSRTC രക്ഷിക്കാൻ വന്ന ആളെന്ന ക്രെഡിറ്റ് നേടാനുള്ള ശ്രമമാണ് ഗണേഷ് കുമാറിന് എന്നുള്ളതായിരുന്നു ഒരു പരാമർശം ആന്റണി രാജുവിൻ്റേത്. കാത്തിരിക്കാം ഗണേഷ് കുമാറിന്റെ ഇടപെടലൊക്കെ എന്തായിരിക്കും എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുന്നണിയിൽ ഉള്ള 2 MLA-മാർ അല്ലെങ്കിൽ 2 പേർ പരസ്പരം ഏറ്റുമുട്ടുന്നത് LDF എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നോക്കിക്കാണണം. ഒപ്പം ഗണേഷ് കുമാർ ഇനി കൂടുതൽ പ്രതികരണത്തിന് വരുമോ എന്നുള്ളതും കാത്തിരുന്ന് അറിയേണ്ടതാണ്.